ഞാനിന്ന് കൊരിന്ത്യർക്കെഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ കൊരിന്തോസുകാർക്കെഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ വാക്യങ്ങളിലേക്ക് ലോകമെമ്പാടും ഈ സമയത്ത് ഓൺലൈവായും ടെലിവിഷനിലൂടെയും ഞങ്ങളെ വീക്ഷിക്കുന്നവരെ കൊണ്ടുവരുന്നു. കൊരിന്തോസുകാർക്കെഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ വാക്യങ്ങളിലേക്ക് നമുക്ക് വരാം. 1-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം ഇവിടെ വായിക്കുമ്പോൾ ദയവായി ശ്രദ്ധിക്കുക. ജോസച്ചൻ ഇവിടെ അത് വായിക്കുന്നു, ദയവായി ശ്രദ്ധിക്കുക. കൊരിന്ത്യർക്കെഴുതിയ ലേഖനം, കൊരിന്തോസുകാർക്കെഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 20, 21, 22 വാക്യങ്ങൾ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ. അതുകൊണ്ട് നിങ്ങളാൽ ദൈവത്തിന് മഹത്വമുണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ. 3 ഭാഗങ്ങൾ ഈ വാക്യത്തിനുണ്ട്. നമ്മളതിനെ 3ആയിട്ട് തന്നെ വിശദീകരിച്ച് കേൾക്കാൻ പോവുകയാണ്. 1-ാമത്തെ ഭാഗം ഇതാണ്: ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഒരുപാടുണ്ട്. അതാണ് 1-ാമത്തെ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും. നോക്കിയ വാക്ക് വേണമെങ്കിൽ ഒന്ന് വായിച്ചു. 20-ാമത്തെ വാക്യം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ, ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ എത്രയുണ്ടെങ്കിലും ഇതിന്റെ അർത്ഥം ഒരുപാട് വാഗ്ദാനങ്ങൾ ദൈവത്തിനുണ്ട്. ഇനിയാണ് അതിന്റെ 2-ാമത്തെ ഭാഗം നിങ്ങൾ കേൾക്കേണ്ടത്. ദൈവത്തിന്റെ വാഗ്ദാനം ഒരുപാട് ഉണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ. ഈ വാഗ്ദാനം മുഴുവൻ അവനിൽ ഉവ്വ് എന്നത്രേ. 2 പദം ഇവിടെ ഈ പദത്തിന്റെ ആശയത്തിലുണ്ട്. ഒന്ന് തുടങ്ങിയപ്പോൾ പറഞ്ഞു ദൈവത്തിൻ്റെ, രണ്ടാമത്തേത് പറഞ്ഞു അവനിൽ. 2 പദങ്ങൾ നിങ്ങൾ അടിവരയിടണമെങ്കിൽ ഇടുക. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എന്ന് പറഞ്ഞിട്ട് താഴെ പറയുമ്പോൾ പറയാണ് അവനിൽ. ഒന്നുകൂടെ വേണമെങ്കിൽ ആ വാക്ക് വായിച്ചു ജോസ്, ഒന്നുകൂടെ വായിച്ചു. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ, പിതാവിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വ്, യേശുവിൽ. പിതാവിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും യേശുവിൽ ഉവ്വ് എന്നത്രേ. ഉവ്വ് എന്നത്രേ. അപ്പൊ നോക്കിയേ, പിതാവിന്റെ വാഗ്ദാനം മുഴുവൻ ഒരു സ്ഥലത്തേക്കാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഒരു സ്ഥലത്തിലൂടെയാണ് പിതാവിൻ്റെ വാഗ്ദാനം മുഴുവൻ നിങ്ങൾ എത്തുന്നത്. അതാണ് ആ വാക്യത്തിൻ്റെ ആശയം. പിതാവിൻ്റെ വാഗ്ദാനങ്ങൾ എത്രയുണ്ടെങ്കിലും, വാഗ്ദാനങ്ങൾ കൂടുതൽ നിങ്ങൾ കാണുന്നത് പഴയ നിയമത്താളുകളിലായിരിക്കും. പഴയ നിയമത്തിൽ പിതാവായ ദൈവം തൻ്റെ ജനത്തോട് പറയുന്ന ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട്. നിങ്ങളുടെ സന്തതികളെ അനുഗ്രഹിക്കും, നിങ്ങളുടെ ഭാര്യയെ അനുഗ്രഹിക്കും, നിങ്ങളുടെ വീടിനെ അനുഗ്രഹിക്കും, നിങ്ങൾ താമസിക്കുന്ന ദേശത്തെ അനുഗ്രഹിക്കും, നിങ്ങളുടെ കൃഷിയെ അനുഗ്രഹിക്കും, നിങ്ങളുടെ കന്നുകാലികളെ അനുഗ്രഹിക്കും, ഭരണി എണ്ണ അനുഗ്രഹിക്കപ്പെടും, ഭരണി വർദ്ധിക്കപ്പെടും, കലം വർദ്ധിക്കപ്പെടും എന്ന് വേണ്ട ഒരുപാട് വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പഠനത്തിൽ തന്നെ പഴയ നിയമത്തിൽ ഏതാണ്ട് 443 വാഗ്ദാനങ്ങൾ ദൈവം പറഞ്ഞിട്ടുണ്ട്. ചെയ്യും, തരും, വരാം, തരാം, തന്നോളാം, തന്നേക്കാം, തരാതിരിക്കുകയില്ല എന്ന് പറഞ്ഞ് ദൈവം വാക്ക് പറഞ്ഞ് ഒരുപാട് വാഗ്ദാനങ്ങൾ പഴയ നിയമത്തിലുണ്ട്. ഇവിടെ ഇതാ ആ വാഗ്ദാനങ്ങൾ മുഴുവൻ ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. ആ വ്യക്തി വേറെ ആരുമല്ല, മനുഷ്യത്വത്തിൽ വന്ന നമ്മുടെ കർത്താവായ യേശു. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് ആരാധന കൊടുക്കുക. നോക്കുക 20-ാമത്തെ വാക്യം ഇനിയൊന്ന് നിങ്ങൾ വായിച്ചാൽ കൂടുതൽ മനസ്സിലാകും. പിതാവിന്റെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വ്, യേശുവിൽ. ആ അവനിൽ എന്ന പദം അടിവര ഇടേണ്ടതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ യേശുവിൽ എന്നവിടെ ചേർത്ത് വായിച്ചാൽ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിതാവിന്റെ വാഗ്ദാനം മുഴുവൻ യേശുവിൽ ഉവ്വ് എന്നത്രേ. ഒന്ന് നിങ്ങൾ എന്നോട് ചേർന്ന് പറയാൻ പറ്റുമെങ്കിൽ ആ കരം ഉയർത്തി ഒന്ന് പറഞ്ഞു. പിതാവിന്റെ വാഗ്ദാനങ്ങൾ മുഴുവൻ യേശുവിൽ ഉവ്വ് എന്നത്രേ. ഇപ്പൊ ആശയം കൂടുതൽ മനസ്സിലാവുമല്ലോ. പിതാവ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ യേശുവിൽ ഉവ്വ്. ഹല്ലേലൂയ. ഒന്നുകൂടെ എന്നോട് ചേർന്ന് പറഞ്ഞു. പിതാവ് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ യേശുവിൽ ഉവ്വ്. ഇനി ഒരു വിശദീകരണം കൂടാതെ ആ വാക്യം നിങ്ങൾക്ക് മനസ്സിലാവും. എന്തൊക്കെ വാഗ്ദാനം പിതാവ് പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ യേശു വഴിയായി ഉവ്വ്. എന്നാ പറഞ്ഞതിന്റെ അർത്ഥം? യേശു വഴിയായി അത് മുഴുവൻ തന്നേക്കാം. ഹല്ലേലൂയ. അപ്പൊ എന്തായിരുന്നു വാഗ്ദാനത്തിന് അന്ന് കൊടുത്ത ക്രൈറ്റീരിയ, മാനദണ്ഡം? ഓക്കെ, വാഗ്ദാനത്തിന് അന്ന് പഴയ നിയമത്തിൽ കൊടുത്ത മാനദണ്ഡം ഇതായിരുന്നു:
ഇഫ് യു ഒബേ all these things, ഈ കാര്യങ്ങൾ മുഴുവൻ നീ അനുസരിച്ച് നടന്നാൽ, ഓക്കെ, ഈ കാര്യങ്ങൾ മുഴുവൻ നീ അനുസരിച്ച് നടന്നാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. സോ ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രോമിസ് എന്ന് പറയുന്നത് കണ്ടീഷണൽ ആയിരുന്നു. എന്തായിരുന്നു അവിടുത്തെ കണ്ടീഷൻ? ഇഫ് യു ഒബേ ഓൾ ദിസ്, നീ ഇത് മുഴുവൻ അനുസരിച്ച് നടന്നാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. പക്ഷേ മനുഷ്യൻ്റെ ബലഹീനത കൊണ്ട് മനുഷ്യനെ കൊണ്ട് ഇത് അനുസരിച്ച് നടക്കാൻ പറ്റിയിരുന്നില്ല. പറ്റാഞ്ഞ കൊണ്ട് അനുഗ്രഹം അനുഭവിക്കാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല, മനുഷ്യൻ എന്തനുഭവിച്ചു? ശാപം അനുഭവിച്ചു. വാഗ്ദത്തം ദൈവത്തിൻ്റെ കയ്യിലും, ശ്രദ്ധിച്ച് കേൾക്കണം ആ വാക്ക്, വാഗ്ദത്തം അങ്ങ് ദൈവത്തിൻ്റെ കയ്യിലും, മനുഷ്യൻ ഇവിടെ ഇരുന്നു. ഒരിക്കൽ പോലും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ കൈ നീട്ടി പിടിക്കുവാൻ മനുഷ്യന് കഴിഞ്ഞിരുന്നില്ല. കാരണം യോഗ്യനായ മനുഷ്യനും അയോഗ്യനായ മനുഷ്യനും യോഗ്യനായ ദൈവവുമായിരുന്നു ചിത്രത്തിലെ രണ്ട് പ്രദർശനങ്ങൾ. ഇങ്ങനെ ഇരുന്നപ്പോഴാണ് അയോഗ്യനായ മനുഷ്യനെ യോഗ്യനാക്കാൻ വേണ്ടി യോഗ്യതയുള്ള ഒരാളെ നടുക്ക് നിർത്തി. അത് വേറെ ആരുമല്ല, നമ്മുടെ കർത്താവായ യേശുവാണ്. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് ആരാധന. ഹല്ലേലൂയ. ഇന്ന് പിതാവിൻ്റെ വാഗ്ദത്തം നിങ്ങളിലേക്ക് വരാൻ കാര്യം യേശു ഉള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഓരോ അനുഗ്രഹത്തിൻ്റെ കാര്യവും പുതിയ നിയമത്തിൽ പറയുമ്പോൾ എല്ലാ അനുഗ്രഹത്തിൻ്റെ ഒടുവിൽ എഴുതിയിരിക്കുന്നത് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നല്ല, ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന. എഫെസർ 1:3 വേണമെങ്കിൽ പെട്ടെന്ന് വായിച്ചു ഞാൻ പറയുന്ന വാക്യങ്ങൾ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന. സ്വർഗത്തിലെ അനുഗ്രഹം നമുക്ക് തന്നു എന്ന് പറഞ്ഞാൽ പോരെ? പറ്റില്ല. സ്വർഗത്തിലെ അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരാൻ ഇവിടെ ഒരു മധ്യസ്ഥൻ മധ്യവർത്തിയായി മധ്യത്തിൽ നിന്ന് വർദ്ധിക്കുന്നു. ആരാണ് ആ മധ്യസ്ഥൻ? യേശു എന്ന മധ്യസ്ഥൻ. കരങ്ങളെ അടിച്ചുകൊണ്ടൊന്ന് യേശുവിന് ആരാധന കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടേ നിങ്ങൾ. പഴയ നിയമത്തിൽ ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങൾ മനുഷ്യൻ അനുഭവിക്കാൻ കഴിയാഞ്ഞതിൻ്റെ കാരണം യോഗ്യനായ ദൈവവും അയോഗ്യനായ മനുഷ്യനുമായിരുന്നു. എപ്പോഴിതാ പുത്രനായ യേശുവിൻ്റെ യോഗ്യതയാൽ യോഗ്യരായ മനുഷ്യന്മാർ ക്രൂശിലെ ദിവ്യ ബലിയാൽ പുറത്തു വന്ന ശേഷം പൗലോസ്ലീഹ ലേഖനം എഴുതിയപ്പോൾ പറയാണ്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും 10,000 വാഗ്ദാനങ്ങൾ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ 10,000 ഉവ്വ് എന്നാണ്. എന്തുകൊണ്ടാണെന്നറിയാവോ? അവനുള്ളത് കൊണ്ട്. അവനാരാ? യേശു ഉള്ളത് കൊണ്ട്. അവിടുന്ന് നടുവിൽ നിൽക്കുന്ന കൊണ്ട് വാഗ്ദാനം മുഴുവൻ നിങ്ങൾ ഇന്ന് അനുഭവിക്കുക തന്നെ ചെയ്യും. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് ആരാധന കൊടുത്തു. ഓ ശക്തിയോടെ പോരാ 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 പോരാ. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എത്ര ഉണ്ടെങ്കിലും നിർത്താതെ കർത്താവിനെ സ്തുതിച്ചോ. ഹല്ലേലൂയ. ഇന്ന് ടെലിവിഷനിലൂടെ ആകാം, ഇൻ്റർനെറ്റിലൂടെ ആകാം, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പലർക്കും ഒരു സന്ദേഹം ഉണ്ടാകാം. ബ്രദറെ, കർത്താവിൽ നിന്ന് ഈ അനുഗ്രഹം പ്രാപിപ്പാൻ ഞാൻ യോഗ്യനാണോ? ഇതാണ് പ്രിയമുള്ളവരെ നിങ്ങളുടെ യോഗ്യത. ഇതാണ് പ്രിയമുള്ളവരെ നിങ്ങളുടെ യോഗ്യത. അവനിലാണ് നിങ്ങൾ യോഗ്യരായത്. ഒന്ന് ചേർന്ന് പറഞ്ഞ്, യേശുവിലാണ് ഞാൻ യോഗ്യനായത്. യേശുവിൻ്റെ യോഗ്യത നിമിത്തമാണ് പിതാവിൻ്റെ വാഗ്ദാനങ്ങൾ എൻ്റെ മേളിൽ വന്നു വീണത്. അല്ലാതെ എന്നിൽ നിന്ന് എടുത്തു കാണിക്കാൻ എനിക്കൊരു യോഗ്യതയില്ല. എന്നോട് യോജിക്കുന്നവർ കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തേ. എൻ്റെ ബ്രദറെ, എന്നിൽ നിന്ന് എടുത്തു കാണിക്കാൻ എനിക്കൊരു യോഗ്യതയില്ല. ഞാൻ ആകുന്നത് കർത്താവിൻ്റെ കൃപയാലാന്ന് പറയുന്നുണ്ടോ? എത്ര പേര് പറയാൻ തയ്യാറാണങ്ങനെ? എത്ര പേര് പറയാൻ തയ്യാറാണങ്ങനെ? അവർ മാത്രം സ്തുതിക്കാൻ തുടങ്ങിക്കുക യേശുവിനെ. പിതാവിൻ്റെ വാഗ്ദാനങ്ങൾ എത്രയുണ്ടെങ്കിലും, PS ബൈബിളിൽ ആ വാക്യം വേണമെങ്കിൽ ഒന്ന് ജോസ് ബ്രദർ നിങ്ങൾ വായനയിലേക്ക് അത് കൊണ്ടുവരും, അല്ലെങ്കിൽ ഞാൻ തന്നെ എടുത്ത് വായിക്കാം. അവിടെ കുറച്ചുകൂടി ആശയത്തെ കൂടുതൽ വ്യക്തമാക്കാൻ സാധ്യതയുണ്ട്. കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തെ ദയവായി നിങ്ങളൊന്ന് എടുക്കുക. PS ബൈബിൾ ഉപയോഗിക്കുന്നവർക്കും കൂടെ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. 2-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വചനം അല്ലേ? 20-ാമത്തെ വചനം. ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും, ശ്രദ്ധിച്ച് കേൾക്കുക, PS ബൈബിളിലെ ആ വാക്യം കുറച്ചുകൂടി ലളിതമാണ്. ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതെ എന്ന് തന്നെ. ശ്രദ്ധിച്ചേ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതെ എന്ന് തന്നെ. അതുകൊണ്ട് തന്നെയാണ്
ദൈവമഹത്വത്തിന് അവൻ വഴി നിങ്ങൾ ആമേൻ പറയുന്നത്. ഏതുകൊണ്ടാണ് ദൈവമഹത്വത്തിന് നിങ്ങൾ ആമേൻ പറയുന്നത്? ഇതുകൊണ്ടാണ്. ഏതുകൊണ്ട്? ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെല്ലാം യേശു വഴിയാണ് നിങ്ങളിൽ വന്നത്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളൊന്നും നിങ്ങളുടെ പ്രവൃത്തി മൂലമല്ല നിങ്ങൾ വന്നേ. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെല്ലാം ഈശോയുടെ ദിവ്യ ബലി നിമിത്തമാണ് നിങ്ങളിൽ വന്നത്. അതുകൊണ്ട് ഇനി നിങ്ങൾ എന്നാ ചെയ്യണ്ടേ? നിങ്ങൾ എന്ത് പറയണം? ആമേൻ പറയണം. ഒന്നുകൂടെ വായിച്ചോ വാക്ക്, 20-ാമത്തെ വാക്യം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും, ഞാൻ POC ബൈബിൾ ഒന്നുകൂടെ വായിച്ചാൽ കുറച്ചുകൂടെ ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. എന്നിട്ട് അടുത്ത് നോക്കിക്കേ, അതുകൊണ്ട് തന്നെയാണ്. ഏതുകൊണ്ട് തന്നെയാണ്? ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും യേശു വഴിയായി നമ്മളിൽ അതെ അവന് കൊടുത്തേരേ. ഹല്ലേലൂയ. നേരത്തെ വാഗ്ദാനം ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് കിട്ടത്തില്ലായിരുന്നു, കാരണം ഞാൻ അയോഗ്യനായിരുന്നു. ഇപ്പൊ യേശു വഴി ആയതുകൊണ്ട് യേശുവിൻ്റെ യോഗ്യതയാൽ എനിക്കിത് കിട്ടുക. ഒന്ന് പറഞ്ഞേ, യേശുവിൻ്റെ യോഗ്യതയാൽ. ചേർന്ന് പറഞ്ഞേ, യേശുവിൻ്റെ യോഗ്യതയാൽ എനിക്കത് കിട്ടുക. അതുകൊണ്ട് വാക്ക് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എത്രയുണ്ടെങ്കിലും ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും യേശുവിൽ അതേ എന്ന് തന്നെ. എന്ന് പറഞ്ഞാൽ യേശുവിൽ അല്ല എന്നില്ല ഒന്നും. നിങ്ങളിലും എന്നിലും അല്ല എന്നുണ്ട്, പക്ഷെ യേശുവിൽ എല്ലാം ഉണ്ട്. ഹല്ലേലൂയ. ഞാൻ ഒരു ഉദാഹരണം ജോൺസച്ചനെ വിളിച്ച് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാവും. ഹല്ലേലൂയ. ഇവിടെ എൻ്റെ നേരെ ദൈവം നോക്കിയാൽ ഞാൻ അയോഗ്യനായ മനുഷ്യനും എനിക്കിത് വാങ്ങുവാൻ യോഗ്യനല്ലാത്തവനുമാകൊണ്ട് പലതിനെ നോക്കി ദൈവത്തിന് പറയേണ്ടി വരും, അല്ല, ഇല്ല, അല്ല, ഇല്ല, കാരണം ഞാൻ അയോഗ്യനാണ്. ഇവിടെ ജോൺസച്ചനെ ഞാൻ യേശുവിൻ്റെ പ്രതീതിയായിട്ട് ഇവിടെ നിർത്തുകയാണ്. യേശുവിനെ പിതാവായ ദൈവം നോക്കുന്നത് കൊണ്ട് ഈ യേശു വഴിയായിട്ട് കൊടുക്കുമ്പോൾ അല്ല എന്നും ഇല്ല എന്നും പറയാൻ പറ്റുന്നില്ല. അതാ വാക്യത്തിൻ്റെ അർത്ഥം. യേശു വഴിയായി നോക്കിയോ. നിങ്ങൾ എന്നോട് ഞാൻ ആ വാക്യം വായിക്കാം. ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതെ എന്ന്. കണ്ടോ, ക്രിസ്തുവിൽ, എന്നിൽ അല്ല, ക്രിസ്തുവിൽ അതെ. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. എന്നിൽ ഇല്ല, ക്രിസ്തുവിൽ ഉണ്ട്. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. എന്നിൽ തരില്ല, ക്രിസ്തുവിൽ തരും. എന്നിൽ യോഗ്യതയില്ല, ക്രിസ്തുവിൽ യോഗ്യതയുണ്ട്. എനിക്ക് കിട്ടില്ല, ക്രിസ്തുവിന് കിട്ടും. ഓ, എത്ര പേർക്ക് അതിന്റെ ആശയം മനസ്സിലാകുന്നു? മനസ്സിലാവുന്നവരാ കരങ്ങളെ ഒന്ന് ഉയർത്തി വീശിയൊന്ന് യേശുവിന് ആരാധന കൊടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു വഴിയായി, അതാണ് ഇവിടുത്തെ വാക്ക്, യേശു വഴിയായി. ഇന്ന് നിങ്ങൾ എന്തെങ്കിലും അനുഗ്രഹം അനുഭവിക്കുന്നെങ്കിൽ ഓർത്തോ, അവിടുത്തെ ദിവ്യ ബലി നിമിത്തമാണ് നിങ്ങൾ ആ അനുഗ്രഹം അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഓരോ ഞായറാഴ്ചയും നമുക്ക് ബലി അർപ്പിക്കാനുള്ളത്. ഏത് ബലിയാ? സ്തോത്രത്തിൻ്റെ ആരാധനയുടെയും ബലി അർപ്പിക്കാൻ നമുക്കുള്ളത്. യേശുവിൻ്റെ ക്രൂശിലെ ദിവ്യ ബലി നിമിത്തം നമുക്ക് സകലവും നൽകപ്പെട്ടത് കൊണ്ടാണ്. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. എന്നിലോട്ട് നോക്കിയാ ഇല്ല, എന്നിലോട്ട് നോക്കിയാ ഇല്ല, പക്ഷെ യേശുവിലേക്ക് നോക്കിയാൽ ഉണ്ട്. അതവിടെ വായിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴിയായി ഞങ്ങൾ ആമേൻ പറയുന്നത്. POC ബൈബിളിലെ വാക്യം കൂടെ ഇവിടെ വായിക്കുന്നു. ജോസ് ബ്രദർ ദയവായി ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എത്രയുണ്ടെങ്കിലും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും ക്രിസ്തുവിൽ അവനിൽ ഉവ്വ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്ന് പറയും. അപ്പോൾ യേശുക്രിസ്തുവിൽ ഇന്ന് ഇരിക്കുന്നവര്, ഇവിടെ ഇന്ന് ഇരുത്തപ്പെട്ടവര്, നേരിട്ട് നോക്കിയാൽ ഇല്ല, യേശു വഴി നോക്കിയാൽ ഉണ്ട്. എത്ര പേർക്ക് അത്രയും മനസ്സിലായി? ഹല്ലേലൂയ. നേരിട്ട് നോക്കിയാൽ ഇല്ല, യേശു വഴി നോക്കിയാൽ ഉണ്ട്. ഹല്ലേലൂയ. നേരിട്ട് നോക്കിയാൽ ഇല്ല, യേശു വഴി നോക്കിയാൽ ഉണ്ട്. യേശു വഴി നോക്കി നിങ്ങൾക്കുള്ളത് കൊണ്ട്, നിങ്ങൾക്കുണ്ടോ? ഉണ്ട്. നിങ്ങൾക്കുള്ളത് കൊണ്ട് ഇന്ന് നിങ്ങളിൽ ദൈവം പ്രതീക്ഷിക്കുന്ന എന്നാന്നറിയോ? അതാ അടുത്ത വാക്ക് വായിച്ചോ, വേണേ ആ വാക്ക്. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് ഞങ്ങൾക്ക് കിട്ടി. യേശു വഴി ഞങ്ങൾക്ക് കിട്ടി. ഓക്കെ, ഇന്ന് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ. ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ എന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് പറയേണ്ട ഏക കാര്യം എന്നാന്നറിയോ? ആമേൻ. ചേർന്നൊന്ന് പറഞ്ഞേ ആമേൻ എന്ന് പറഞ്ഞ്. ആമേൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്നെ അറിയാവുന്നവർ പറഞ്ഞേ അങ്ങനെ തന്നെ. എങ്ങനെ തന്നെ?
പറയുന്നു ജോഷി ബ്രദറെ. എങ്ങനെ തന്നെ പിതാവിൻ്റെ വാഗ്ദാനം യേശു വഴിയായി എൻ്റെ മേൽ വീണോട്ടെ, ദൈവമഹത്വത്തിനായി. ആമേൻ. അങ്ങനെ തന്നെ. കരമടിച്ച് ഒന്ന് യേശുവിന് മഹത്വം കൊടുത്തോ. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ വാഗ്ദാനത്തെ കേൾക്കുന്നവരല്ല നിങ്ങൾ. തരും, വരും, കിട്ടും, നടക്കും. നോ, ഇതല്ല നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് സകലവും ലഭിച്ചിരിക്കുന്നു. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൽ എനിക്ക് ഒന്ന് എന്നോട് ചേർന്ന് പറഞ്ഞേ, യേശു ക്രിസ്തുവിൽ. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം വചനം നിങ്ങളോട് സംസാരിക്കുന്നത് കേൾക്കുക. അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്കനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ഹല്ലേലൂയ. അടുത്തത്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ അവനോടുകൂടെ അവനിലൂടെ സകലവും നൽകാതിരിക്കുമോ? എത്ര പേര് കരമടിച്ച് നന്ദി പറഞ്ഞ് സ്വീകരിക്കും? എനിക്ക് സകലവും നൽകിയിരിക്കുന്നു. പോരാ, എനിക്ക് സകലവും നൽകിയിരിക്കുന്നു. എന്നിൽ സകലത്തിൻ്റെയും വർധനവുണ്ട്. പോരാ, ശക്തിയോടെ കരങ്ങളെ അടിച്ചുകൊണ്ട് എന്നിൽ സകലത്തിൻ്റെയും വർധനവുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, യേശുവേ ഇന്ന് രാവിലെ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും പറയാൻ തുടങ്ങണം, ആ വാഗ്ദാനം കേട്ട് പിരിയുന്നവരല്ല ഞാൻ. സൗഖ്യമാക്കാൻ ദൈവം പറഞ്ഞിട്ടുണ്ട്, പിന്നെ എന്നാ വേണ്ടേ എന്ന് പറഞ്ഞു പോകേണ്ടവരല്ല നിങ്ങൾ. ഇന്ന് നിങ്ങൾ ആ സൗഖ്യത്തെ ആമേൻ പറഞ്ഞ് ഉറപ്പിച്ചോണം. ഇന്ന് ആ സൗഖ്യത്തെ നിങ്ങളിൽ ആമേൻ പറഞ്ഞ് ഉറപ്പിച്ചോണം. ഹല്ലേലൂയ. അങ്ങനെ തന്നെ യേശു വഴിയായി വന്നതിനെ ഞാൻ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് എൻ്റേതാക്കുന്നു. മനസ്സിലായി ഞാൻ പറഞ്ഞു? ഇറ്റ്സ് വെരി സിമ്പിൾ. I'm getting it. Good to know. Very simple. Yes. All the promises is through Jesus Christ. Supply was from the Father, but the way Through Jesus, right? Hallelujah. പിതാവിൻ്റെതാണ് മുഴുവൻ വാഗ്ദാനങ്ങളും. പക്ഷെ അത് യേശു വഴിയാണ് എന്നിലേക്ക് വരുന്നത്. അതിന് മാത്രമേ ഞാൻ യോഗ്യനുള്ളൂ, അല്ലെങ്കിൽ ഞാനത് വാങ്ങുവാൻ യോഗ്യനല്ല. കാരണം എൻ്റെ അയോഗ്യത കൊണ്ട് അത് തടയപ്പെടാം. ഇന്ന് എല്ലാ വാഗ്ദാനങ്ങളും യേശു വഴിയായി എന്നിലേക്ക് വരാൻ കാര്യം ഇത്രയേ ഉള്ളൂ. വെരി സിമ്പിൾ. യേശുവിൻ്റെ ക്രൂശിലെ ദിവ്യബലി. ഈ ദിവ്യബലി നടന്നേ പിന്നെ ഹല്ലേലൂയ ആദരബലി അർപ്പിക്കുന്ന ഓരോ മക്കളും ഓർത്തോണം, ഓരോ ഞായറാഴ്ചകളിലും ഓരോ സമയങ്ങളിലും വേറിട്ട് നിന്ന് കർത്താവിന് സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും ആദരബലി അർപ്പിക്കുവാൻ നിങ്ങൾ കൂടി വരുമ്പോൾ ഓർത്തുകൊള്ളണം ദൈവമക്കളെ, യേശു ക്രിസ്തു വഴിയായി സകലവും വന്നതിന് നിങ്ങൾ ആമേൻ പറയുകയാണ്. കരമുയർത്തി എത്ര പേര് ആമേൻ പറയും? ആമേൻ, ആമേൻ. അങ്ങനെ തന്നെ ഒന്ന് ചേർന്ന് പറഞ്ഞേ, അങ്ങനെ തന്നെ യേശു വഴിയായി എനിക്ക് വേണ്ടി എഴുതി വെച്ചതിനെ എല്ലാം ഞാൻ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നു. ചേർന്ന് പറയുക, ഞാൻ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നു. അത് എന്റേതാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് ദൈവം നിങ്ങളോട് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ നിങ്ങൾ ഇന്ന് ആമേൻ പറഞ്ഞ് നിങ്ങളുടേതാക്കാൻ പോവുക. നിങ്ങളുടെ മക്കളെ നോക്കി ദൈവം വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് നിങ്ങൾ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ പോവുക. ഹല്ലേലൂയ. നിങ്ങളുടെ വീടിനെ കുറിച്ച് ദൈവം വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളത് അനുഭവിക്കാൻ പോവുക. ഹല്ലേലൂയ. നിങ്ങളുടെ സാമ്പത്തിക മേഖലയെ നോക്കി വല്ലതും ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളത് അനുഭവിക്കാൻ പോവുക. എത്ര പേര് അതിന് തയ്യാറാകും? നിങ്ങളുടെ ഭർത്താവിനെ നോക്കി വല്ലതും ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് അതിനെ നോക്കി ആമേൻ പറയാൻ പോവാ. എത്ര പേര് അതിന് തയ്യാറാകും? നിങ്ങളുടെ ഭാവിയെ നോക്കി ദൈവം വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങളെ നോക്കി യേശു ക്രിസ്തുവിൽ നിങ്ങൾ ആമേൻ പറയാൻ പോവാ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് ആകെപ്പാടെ ചെയ്യേണ്ടത് അതിന് ഒരാമേൻ പറയാൻ തയ്യാറായിക്കോ. നിങ്ങളത് വ്യാപരിക്കാൻ തുടങ്ങും. കരങ്ങളെ അടിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിക്കാനും ആമേൻ പറയാനും തുടങ്ങിക്കോ. യേശുവേ എന്ന് വിളിച്ച് സ്തുതിച്ചോ.
തുടങ്ങട്ടെ കർത്താവേ, തുടങ്ങട്ടെ. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. തടഞ്ഞു കിടക്കുന്ന അവകാശങ്ങൾ, തടഞ്ഞു കിടക്കുന്ന അവകാശങ്ങൾ, തടഞ്ഞു കിടക്കുന്ന അവകാശങ്ങൾ, കയ്യെത്തും ദൂരത്തുനിന്ന് തട്ടിമാറിപ്പോയത്, പലവട്ടം പ്രാർത്ഥിച്ചു മടുത്തത്, എവിടെയെന്ന് ചോദിച്ചത്, ആ സാമ്പത്തിക വിടുതല്, ആരോഗ്യ മേഖലയിലെ വിടുതല്, കുടുംബപരമായ വിടുതല്, ആ തലമുറയുടെ വിവാഹ കാര്യം, ഓ ആ പെൺകുഞ്ഞിൻ്റെ വിദ്യാഭ്യാസ കാര്യം, ആ പെൺകുഞ്ഞിൻ്റെ വിവാഹത്തിൻ്റെ കാര്യം, ആ വീടിൻ്റെ കാര്യം, ആ വീട് പണിയുടെ കാര്യം, ഓ ആ കടയുടെ കാര്യം, ആ ബിസിനസിൻ്റെ കാര്യം, ആ വസ്തു കച്ചവടത്തിൻ്റെ കാര്യം എന്നിങ്ങനെ സകല കാര്യത്തെ നോക്കി യേശുവിൽ എല്ലാം ലഭിച്ചു കഴിഞ്ഞു എന്ന ഉറപ്പോടെ ഓരോ മക്കളും ഇപ്പോൾ തന്നെ കരങ്ങളെ അടിച്ചുകൊണ്ട് ആമേൻ പറഞ്ഞ് യേശുവേ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. തുടങ്ങിക്കോ, തുടങ്ങിക്കോ, തുടങ്ങിക്കോ. ആമേൻ പറയാൻ തുടങ്ങിക്കോ, ആമേൻ പറയാൻ തുടങ്ങിക്കോ, ആമേൻ പറയാൻ തുടങ്ങിക്കോ. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എത്ര ഉണ്ടെങ്കിലും ദൈവം നിങ്ങളോട് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് മുഴുവൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്ത് പറഞ്ഞേ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുക, ആമേൻ പറഞ്ഞ് സ്വന്തമാക്കുക, ആമേൻ പറഞ്ഞ് സ്വന്തമാക്കുക, ആമേൻ പറഞ്ഞ് സ്വന്തമാക്കുക. എല്ലാ മക്കളും ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൻ്റെ 2-ാമത്തെ വിശദീകരണം നമ്മൾ കേൾക്കുവാനായി പോകുകയാണ്. കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിച്ച് അവസാനിപ്പിച്ചത്. ആ വാക്യം ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ വാഗ്ദാനം എത്ര ഉണ്ടെങ്കിലും അവ മുഴുവൻ അവനിൽ, യേശുവിൽ ആമേൻ എന്നത്രേ. ഞങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തിനായി തീരേണ്ടതിന്, ഞങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തിനായി തീരേണ്ടതിന് അവനിൽ ആമേൻ എന്ന് തന്നെ, അവനിൽ ആമേൻ എന്ന് പറയുന്നു ഞങ്ങൾ. ഹല്ലേലൂയ. സോ ഇവിടെ 20-ാം വാക്യത്തിൽ പറയുന്നു ദൈവത്തിൻ്റെ ഒരുപാട് വാഗ്ദാനങ്ങൾ. എത്ര ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുണ്ടോ അത്രയും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ യേശു വഴിയായി നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്നു. ആ വാഗ്ദാനങ്ങൾക്ക് ഇനി നിങ്ങൾ പ്രത്യുപകാരമായി പറയേണ്ടത് ആമേൻ എന്ന് തന്നെയാണ്. ആമേൻ പറയുമ്പോൾ യേശുവിലൂടെ അയച്ച പദ്ധതിയെ നിങ്ങൾ അറിയുകയാണ്. യേശു ക്രൂശിൽ നിവർത്തിച്ച ദിവ്യബലിയിലൂടെ ചെയ്തൊരുക്കിയ വലിയ വഴിയെ നിങ്ങൾ അറിയുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ഇതിൻ്റെ 2-ാം ഭാഗവും കൂടെ കേൾക്കുവാനായി പോകുകയാണ്. 21-ാമത്തെ വാക്യവും 22-ാമത്തെ വാക്യവും. ഞങ്ങളെ നിങ്ങളോടുകൂടെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. അടുത്തത്, അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. ഹല്ലേലൂയ. ഈ എന്താണ് ഈ മേളിൽ പറഞ്ഞ വാക്യവും താഴെ പറയുന്ന വാക്യവുമായിട്ടുള്ള കണക്ഷൻ? ദയവായിട്ട് നിങ്ങൾ ഈ വാക്യത്തെ ഒന്ന് ദയവായി അപഗ്രഥിക്കുക, നല്ലതായിട്ട് പഠിക്കുക. 20-ാം വാക്യത്തിൽ പറഞ്ഞു ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവ അവനിൽ ഊവ് എന്ന് തന്നെ. ഇനി ഈ വാക്യം വായിക്കുമ്പോഴും പലർക്കും ഒരു സംശയം ഉണ്ടാകും. എന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെ തടയാൻ ഇവിടുത്തെ ഏതെങ്കിലും ലോക്കൽ പിശാചികൾക്ക് കഴിയുമോ? മന്ത്രവാദി, ആഭിചാരകൻ, ശകുനവാദി, ദോഷം ചെയ്യുന്നവൻ, ദോഷം സങ്കല്പിക്കുന്നവൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുണ്ട്. അവനെങ്ങാനും എന്നേലും ചെയ്ത് എൻ്റെ കുഞ്ഞിന് വരേണ്ടി ആ ഭാവിയെ തടയുമോ? അവളെങ്ങാനും എന്നേലും ചെയ്ത് ഞങ്ങളുടെ വീട്ടിൽ കിട്ടേണ്ടി ആ നന്മയെ തടഞ്ഞു കളയുമോ? ആർക്കെങ്കിലും ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി ഈ നന്മയെ കുറച്ച് നാളത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനോ തടഞ്ഞു വെക്കാനോ പറ്റുമോ? ഈ സംശയം ഉണ്ടാകാത്തവർ സാധാരണക്കാരുടെ ഇടയിലില്ല. അതുകൊണ്ട് തന്നെയാണ് ദോഷം മാറാൻ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം എല്ലാം പറഞ്ഞെങ്കിലും അവരെന്തോ ദോഷം ചെയ്തുകൊണ്ടായി വരാത്തെ. ആദ്യം നമ്മുടെ ദോഷം, പിന്നെ അവരുടെ ദോഷം, പിന്നെ ചെയ്തു ദോഷം, പിന്നെ വരുത്തു ദോഷം, പിന്നെ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ദോഷം. ഇവിടെ നിന്ന് മാറിയാലേ ദൈവം പറഞ്ഞതൊക്കെ വരും തോന്നുള്ളൂ. ഇവിടെ വന്നേ പിന്നെ ഗതി പിടിച്ചിട്ടില്ല. പക്ഷേ പ്രിയമുള്ളവരെ, ഇരുത്തുദോഷം, കിടപ്പ് ദോഷം, നടപ്പ് ദോഷം, പോക്കുവരവ്, പോക്കുവരവ് ഈ താലൂക്കില അല്ലേ, ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ അങ്ങോട്ട് വിട്ടിട്ട് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വന്നാട്ടെ. ദൈവം നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ ഗ്യാരണ്ടി എന്താണ്? അതാണ് ആ വാക്യത്തിൽ നമ്മൾ കണ്ടത്. ഈ 21-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചു ജോസ് ബ്രദറെ. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും. കണ്ടോ അവിടെ 2 കാര്യമാണ് പറയുന്നേ. ഞങ്ങളെ നിങ്ങളോടുകൂടെ, ലേഖനം എഴുതുന്ന അപ്പോസ്തലനായ പൗലോസാണ്. നിങ്ങളെന്ന് ഇവിടെ വിളിക്കുന്ന കൊരിന്തോസിലെ വിശുദ്ധന്മാരാണ്.
ഞങ്ങളെ അപ്പോസ്തോലന്മാർ, ഈ സമയത്ത് പൗലോസിൻ്റെ കൂടെ മറ്റ് അപ്പോസ്തോലന്മാരും ഉണ്ട്, ശിഷ്യന്മാരും ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും. ഞങ്ങൾ അപ്പോസ്തോലന്മാർ, നിങ്ങൾ കൊരിന്തോസിലെ വിശുദ്ധന്മാർ, നമ്മളെ രണ്ടുപേരെയും എന്ത് ചെയ്യുന്നു? ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും. കണ്ടോ. അപ്പം മേളി പറഞ്ഞ വാക്യം താഴെ പറയുന്ന വാക്യമായിട്ടുള്ള കണക്ഷൻ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. മേളി പറഞ്ഞു ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എത്ര ഉണ്ടോ അത് മുഴുവൻ യേശുവിലാണ്. എന്നിട്ട് പറയാണ് ഈ വിഷയത്തിൽ നിങ്ങളെ, നമ്മളെ രണ്ടു കൂട്ടരെയും, ഞങ്ങളെയും നിങ്ങളെയും ഉറപ്പിക്കുകയും ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. മേളി പറഞ്ഞു ഞാൻ എൻ്റെ വാഗ്ദാനം യേശു വഴിയായി നിങ്ങൾക്ക് തരാം, എന്നിട്ട് ഈ പറഞ്ഞ കാര്യത്തിൽ നിങ്ങളെ അങ്ങോട്ട് ഉറപ്പിക്കുക. ഹല്ലേലൂയ. ഏത് പറഞ്ഞ കാര്യത്തിൽ? യേശു വഴിയായി സകല വാഗ്ദാനങ്ങളും ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞിട്ട് ആ പറഞ്ഞ വാഗ്ദാനത്തെ യേശു വഴിയായി ഉറപ്പിക്കുക. കാരണം നിങ്ങൾക്ക് എനിക്ക് സംശയം ഉണ്ടാവും, കിട്ടുവോ, തരുവോ? ഹല്ലേലൂയ. എന്നിട്ട് ഇതിനു വേണ്ടി രണ്ട് കാര്യം ഇവിടെ ചെയ്തേ, ഞങ്ങളെയും നിങ്ങളെയും. ഒന്നുകൂടെ വായിച്ചോ അവിടെ പോലെ. എന്നിട്ട് 21-ാം വാക്യം, കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. ഹല്ലേലൂയ. ക്രിസ്തുവിനോടുകൂടെ നമ്മെ ഉറപ്പിക്കുകയും ക്രിസ്തുവിൽ എന്നെ ഉറപ്പിച്ചു. ഒന്ന് പറഞ്ഞു, ക്രിസ്തുവിൽ എന്നെ ഉറപ്പിച്ച ദൈവം. ഒന്ന് ഉറക്കെ പറഞ്ഞു, അത് ക്രിസ്തുവിൽ എന്നെ ഉറപ്പിച്ച ദൈവം. ഉറക്കെ പറ, ക്രിസ്തുവിൽ. 20-ാം വാക്യം പോലെ എടുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് വാഗ്ദാനം ചെയ്ത ദൈവം യേശു വഴിയായി വാഗ്ദാനത്തെ തന്നിട്ട് ആ വാഗ്ദാനം എനിക്ക് കിട്ടുമെന്ന് യേശുവിനെ അയച്ച് എൻ്റെ ഉള്ളിൽ ഉറപ്പ് തന്നു. നിങ്ങളോടുകൂടെ ഞങ്ങളെ ഉറപ്പിച്ചു, ഒരു സംശയമില്ല. എന്നിട്ട് പറയുക, ഉറപ്പിക്കുകയും അഭിഷേകം ചെയ്തത് ദൈവമല്ലോ എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കുക മാത്രമല്ല ചെയ്തേ, ആ നാള് വരെ, ലഭിക്കും വരെ, കിട്ടപ്പെടുന്നത് വരെ, ഞാൻ ആ വാഗ്ദാനം അനുഭവിക്കും വരെ എന്നെ നടത്തുവാനായിട്ട് പരിശുദ്ധ ആത്മാവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠകരമായ അഭിഷേകത്തെ എനിക്ക് തരികയും ചെയ്തു. അതായത് വാഗ്ദാനം ഉറപ്പിക്കുകയും, വായിച്ചു ഒന്നുകൂടെ, നിങ്ങളെ ഉറപ്പിക്കുകയും ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുകയും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. ഒന്ന് കരം അടിച്ച് യേശുവിന് മഹത്വം കൊടുത്തേ. വാഗ്ദാനം തരാമെന്ന് പറഞ്ഞിട്ട് എവിടെയാ ഉറപ്പ് തന്നിരിക്കുന്നേ? യേശുവിലാ ഉറപ്പ് തന്നിരിക്കുന്നേ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? ഒരിക്കലും ഈ ഉറപ്പ് നഷ്ടപ്പെടുന്ന ഉറപ്പല്ല. ആർക്കും ഇതിനെ തടയാൻ പറ്റുകയല്ല. കാരണം നഷ്ടപ്പെടാത്ത ഇടത്താണ് ഈ ഉറപ്പുള്ളത്. നഷ്ടപ്പെടാത്ത ഇടം വേറൊന്നുമല്ല, നമ്മുടെ കർത്താവായ യേശുവാണ്. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ യേശുവിൽ എന്നെ ഉറപ്പിച്ചേച്ച്, ഹല്ലേലൂയ, നിങ്ങളുടെ ഉള്ളിലേക്ക് ആ വാക്യത്തെ ഇടുക. നിങ്ങൾ എന്നെ ഉറപ്പിച്ചേച്ചിട്ട് പറയുക, നിങ്ങളെ അഭിഷേകം ചെയ്തതും നിങ്ങളെ ഉറപ്പിക്കുന്നതും യേശുവിലല്ലോ. പിന്നെ എന്തിനാ നിങ്ങൾ സംശയിക്കുന്നത്? പിന്നെ എന്തിനാ അത് കാണുമ്പം ഇത് കിട്ടുമോ എന്ന് നിങ്ങൾ സംശയിക്കുന്നത്? ഏതെല്ലാം വ്യക്തികൾ എങ്ങനെയെല്ലാം ശ്രമിച്ചാലും യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഉറപ്പിനെ തടയാൻ ഒന്നിനും കഴിയുകയില്ല. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഒരു മന്ത്രവാദത്തിന് അതിനെ തടയാൻ പറ്റുകയില്ല. ഒരു അപമാനത്തിനും ഒരു അവിഖ്യാതിക്കും ഒരു രാഷ്ട്രീയത്തിനും ഒരു കലുഷിത സ്ഥിതികൾക്കും അതിനെ തടയാൻ കഴിയുകയില്ല. കാരണം അതിൻ്റെ ഉറപ്പ് യേശുവിലാണ്. ഒന്ന് പറഞ്ഞ്, യേശുവിലാണ് അതിനെ ഉറപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇനി അടുത്ത വാക്ക് കേട്ടോണേ, മുദ്രയിട്ടിരിക്കുക അതിനെ. വായിച്ചു. അവൻ നമ്മെ മുദ്രയിട്ടും. കണ്ടോ, വാഗ്ദാനങ്ങൾ യേശുവിൽ തന്നിട്ട് ആ വാഗ്ദാനങ്ങൾ അനുഭവിക്കുന്ന ജീവിതം അതാണ് പറയുന്നത്. ആ ജീവിതത്തിലേക്ക് നിങ്ങളെ ഉറപ്പിച്ചിരിക്കുന്നു, ആ ജീവിതത്തിലേക്ക് നിങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുന്നു. മൂന്നാമത് പറയാം, ആ ജീവിതത്തിലേക്ക് നിങ്ങളെ മുദ്ര വെച്ചിരിക്കുന്നു. വായിച്ചോ വാക്ക്. അവൻ നമ്മെ മുദ്രയിട്ടും. പറഞ്ഞേ, ചേർന്ന് പറഞ്ഞേ. യേശു ആത്മാവിനാൽ നമ്മെ മുദ്രയിട്ടും. ആത്മാവ് എന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. എൻ്റെ ദൈവമേ, അതിൻ്റെ ആശയം ഒന്ന് ഭയങ്കരമാണ്. ഞാനൊന്ന് വായിക്കാം ഇവിടെ. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ സ്ഥാപിച്ചിരിക്കുന്നതും അഭിഷേകം ചെയ്തിരിക്കുന്നതും ദൈവമാണ്.
PS ബൈബിളിലെ വാക്യമാണ് ഞാൻ വായിക്കുന്നത്. കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ സ്ഥാപിച്ചിരിക്കുന്നതും, ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഒന്ന് പറഞ്ഞ ആ വാക്ക്, സ്ഥാപിച്ചിരിക്കുന്നു. നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ സ്ഥാപിച്ചിരിക്കുന്നതും അഭിഷേകം ചെയ്തിരിക്കുന്നതും ദൈവമാണ്. നിങ്ങളെ ക്രിസ്തുവിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. നല്ല പ്രയോഗം അല്ലേ? നിങ്ങളെ ക്രിസ്തുവിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. ഒന്ന് പറഞ്ഞേ, സ്ഥാപിച്ചിരിക്കുകയാണ്. സ്ഥാപിച്ചിരിക്കുന്നതും, അടുത്ത് നോക്കിയോ, സ്ഥാപിച്ചിരിക്കുന്നതും അഭിഷേകം ചെയ്തിരിക്കുന്നതും ദൈവമാണ്. അവിടുന്ന് 22-ാമത്തെ വാക്യം, കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം. അവിടുന്ന് നമ്മിൽ അവിടുന്ന് നമ്മെ മുദ്രയിട്ടും, മുദ്ര പതിപ്പിക്കുകയും, നോക്കി അവിടുന്ന് നമ്മെ മുദ്ര പതിപ്പിക്കുകയും. നോക്കിയേ, യേശുവിൽ വാഗ്ദാനങ്ങളെ തന്ന യേശുവിൽ നിങ്ങളെ ആരാക്കിയിരിക്കുന്നു എന്നാ പറഞ്ഞത്. ആദ്യം പറഞ്ഞു യേശുവിൽ നിങ്ങളെ സ്ഥാപിച്ചിരിക്കുന്നു. പറഞ്ഞേ, സ്ഥാപിച്ചിരിക്കുന്നു. രണ്ടാമത് പറഞ്ഞു നിങ്ങളെ യേശുവിൽ അഭിഷേകം ചെയ്തിരിക്കുന്നു. മൂന്നാമത് പറയുന്നു നിങ്ങളെ തൻ്റെ മുദ്ര സ്ഥാപിക്കുകയും അച്ചാരമായിട്ട് തൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ പകരുകയും ചെയ്തു. ഹല്ലേലൂയ. നോക്കിയേ, രണ്ട് കാര്യം 22-ാം വാക്യത്തിൽ കണ്ടേ. ഒന്ന്, നിങ്ങളുടെ മേൽ മുദ്ര പതിപ്പിച്ചു. 3, ആത്മാവിനെ അച്ചാരമായി ഉറപ്പായി നിങ്ങളുടെ ഹൃദയങ്ങളിൽ പകരുകയും ചെയ്തു. എന്തിൻ്റെ? മേളിൽ 20-ാം വാക്യം പറഞ്ഞതിൻ്റെ. എന്താ മേളിൽ 20-ാമത്തെ വാക്യം? ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എത്ര ഉണ്ടെങ്കിലും. ഒന്ന് ചേർന്ന് പറഞ്ഞു, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ. എല്ലാ മക്കളും ഒന്ന് ചേർന്ന് പറഞ്ഞു, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എത്ര ഉണ്ടെങ്കിലും. ഒന്ന് ഉറക്കെ പറഞ്ഞു, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ. ഓ, വായി തുറന്ന് പറഞ്ഞു, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എത്ര 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 ഉണ്ടെങ്കിലും, എത്ര ഉണ്ടെങ്കിലും. ഒന്ന് പറഞ്ഞു, എത്ര ഉണ്ടെങ്കിലും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വാക്കുകൾ എത്ര ഉണ്ടെങ്കിലും ഇത് മുഴുവൻ നിങ്ങൾക്ക് തരാം. അന്നേരം നിങ്ങൾ ചോദിക്കും, കർത്താവേ എങ്ങനെ എനിക്ക് തരാം? എടാ, യേശു വഴിയാണ് തന്നിരിക്കുന്നത്. യേശു വഴിയായിട്ട് എനിക്ക് എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്? യേശു വഴിയായി നിനക്ക് കിട്ടാൻ കാര്യം, നിന്നെ യേശുവിൽ സ്ഥാപിച്ചിരിക്കുന്നു, നിന്നെ യേശുവിൽ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഓ, യേശുവിൽ നിന്നെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു, സ്ഥാപിച്ചിരിക്കുന്നു, അഭിഷേകം ചെയ്തിരിക്കുന്നു, മുദ്ര പതിപ്പിച്ചിരിക്കുന്നു. ഓ, എത്ര പേർക്ക് മനസ്സിലായി? ഉറപ്പ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ അയച്ചിരിക്കുന്നു. ഇല്ല 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 ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരോ ചോദിക്കുന്നു, ബ്രദർ, ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുമ്പോൾ എനിക്ക് ഒരു ആവേശം തോന്നുന്നുണ്ട്, പക്ഷേ ഇത് വരുമെന്ന് എന്നെ ഉറപ്പ്. ഇതാ കേട്ടോ, നിങ്ങളെ ഉറപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. 4 പദം എന്നോട് ചേർന്ന് പറഞ്ഞേ, ഉറപ്പിച്ചിരിക്കുന്നു. അതിന്റെ തന്നെ മറ്റേ അർത്ഥവും കൂടി ഒന്ന് എടുത്തു, സ്ഥാപിച്ചിരിക്കുന്നു. യേശുവിൽ എന്നെ സ്ഥാപിച്ചിരിക്കുന്നു, യേശുവിൽ എന്നെ ഉറപ്പിച്ചിരിക്കുന്നു. 2, യേശുവിൽ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. 3, ആത്മാവിനാൽ എന്നെ മുദ്ര പതിപ്പിച്ചിരിക്കുന്നു. 4, ഉറപ്പ്, അച്ചാരം എന്റെ ഹൃദയത്തിൽ അയച്ചിരിക്കുന്നു. എന്ത്? ഞാൻ എത്ര വാഗ്ദാനം പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ ഞാൻ നിനക്ക് തന്ന് നിന്നെ വർദ്ധിപ്പിച്ചിരിക്കും. ഓ, തുടങ്ങി പല ഉള്ളങ്ങളിലേക്ക് വചനം വീണ് തുടങ്ങി. എത്ര പേർക്ക് ഈ വചനം മനസ്സിലാകുന്നു? മനസ്സിലാകുന്നവരൊന്ന് കരങ്ങളെ ഒന്ന് ഉയർത്തി കാണിച്ചാട്ടെ. നിങ്ങൾ ഇതെങ്ങനെ മനസ്സിലാക്കിയെന്ന് ഞാൻ മനസ്സിലാക്കട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ വചനത്തിൻ്റെ സത്യം നിങ്ങൾ അറിയാതിരിക്കരുത്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എത്രയുണ്ടെങ്കിലും, ധാരാളം എത്ര വാഗ്ദാനം ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങളെല്ലാം യേശു വഴിയാണ്. അതുകൊണ്ട് തന്നെ യേശുവിലായ നിങ്ങൾ ഇന്ന് വാഗ്ദാനം കേൾക്കുന്നവരല്ല. നിങ്ങൾക്ക് 2015 8-ാം മാസത്തിൽ അത് കിട്ടും, 11-ാം മാസത്തിൽ അത് വരും, 12-ാം മാസത്തിൽ ഇത് വരും. 8-ാം മാസം വരെ നിങ്ങൾ കാത്തിരുന്നിട്ട് ആ പറഞ്ഞ ഡേറ്റ് വരാത്തപ്പം കർത്താവിനെ തള്ളി പറഞ്ഞിട്ട് പോകുന്നവരല്ല നിങ്ങൾ. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം യേശുവിൽ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞുകൊണ്ട് നിങ്ങൾ ഇനി പറയേണ്ടത് എന്നാണെന്നറിയോ? തരുമെന്ന് കേൾക്കുകയല്ല ചെയ്യേണ്ടത്, തന്നു കഴിഞ്ഞെങ്കിൽ ഇനി പറയേണ്ടത് താങ്ക് യു, നന്ദി യേശുവേ, നന്ദി. ആമേൻ പറഞ്ഞോണം. എനിക്കത് ലഭിച്ചു കഴിഞ്ഞു. ആ സൗഖ്യം എനിക്ക് ലഭിച്ചു കഴിഞ്ഞു, ആ ആരോഗ്യം എനിക്ക് വന്നു കഴിഞ്ഞു, എന്നോട് ദൈവം പറഞ്ഞ് എനിക്ക് തന്നു കഴിഞ്ഞു, എൻ്റെ തലമുറയുടെ മേലെ അത് വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഓരോന്നിനെ നോക്കി നിങ്ങൾ ആമേൻ പറയണം. എന്ന് പറഞ്ഞ എങ്ങനെയാണ് എൻ്റെ അർത്ഥം? എൻ്റെ മകൾ ഏഞ്ചലക്കായിട്ട് ആമേൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് എന്താ? സ്തോത്രം പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് എന്താ? ദൈവം യേശു വഴിയായിട്ട് അവൾക്ക് കൊടുത്തു വിട്ടത്, കർത്താവെ കൊടുത്തു വിട്ടതിന് നന്ദി. ഹല്ലേലൂയ. കൊടുത്തു വിട്ടതിന് നന്ദി. ഒന്ന് പറഞ്ഞേ, കൊടുത്തു വിട്ടതിന് നന്ദി. യേശു വഴിയായി. എന്നിട്ട് പറയാം, ഒരു മന്ത്രവാദിക്കും ഇതിനെ തടയാൻ പറ്റുകയില്ല. ദൈവം യേശു ക്രിസ്തുവിലൂടെ തുറന്ന വഴികളെ അടയ്ക്കാൻ, ദൈവം യേശുവിലൂടെ തുറന്ന വഴികളെ അടയ്ക്കാൻ, യേശുവിൻ്റെ നാമത്തിൽ ദൈവം നിന്നെ മാനിക്കാൻ തീരുമാനിച്ചാൽ, ഹല്ലേലൂയ, ഞാൻ അവനെ ഒന്ന് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് ദൈവം തൻ്റെ കരമൊന്ന് നീട്ടാൻ തീരുമാനിച്ചാൽ,
അതിനെ തടയാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. കാരണം വാഗ്ദാനം ലഭിച്ച നിങ്ങൾ ഒഴുകി നടക്കുന്നവരല്ല, യേശുവിൽ സ്ഥാപിക്കപ്പെട്ടവരാണ്. യേശുവിൽ സ്ഥാപിക്കപ്പെട്ടവരാണ്. വാഗ്ദാനം ലഭിച്ച നിങ്ങൾ യേശുവിൽ സ്ഥാപിക്കപ്പെട്ടവരാണ്. വാഗ്ദാനം ലഭിച്ച നിങ്ങൾ യേശുവിൽ ഉറപ്പിക്കപ്പെട്ടവരാണ്. വാഗ്ദാനം ലഭിച്ച നിങ്ങൾ യേശുവിൽ അഭിഷേകം ചെയ്യപ്പെട്ടവരാണ്. വാഗ്ദാനം ലഭിച്ച നിങ്ങൾ യേശുവിൽ ഉറപ്പിക്കപ്പെട്ടവരാണ്. വാഗ്ദാനം ലഭിച്ച നിങ്ങൾ ആത്മാവിനാൽ മുദ്രയിടപ്പെട്ടവരാണ്. ഒന്നിനും അതിനെ തടയാൻ കഴിയുകയില്ല. എല്ലായിടത്തും നിങ്ങളത് അനുഭവിക്കുക തന്നെ ചെയ്യും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ. ഇന്നത് കേൾക്കുമ്പോൾ ചില വീടുകളെ നോക്കി കർത്താവ് ഇത് പറയാൻ പറയുന്നു. ഞാൻ ആ വീടിനെ അനുഗ്രഹിക്കും, ഞാൻ അവരെ വർദ്ധിപ്പിക്കും. ഒരു അസൂയക്കാരനും അതിനെ തടയാൻ പറ്റുകയില്ല. ഒരു ബന്ധുമിത്രാദിക്കും അതിനെ തൊടാൻ പറ്റത്തില്ല. ഒരുത്തനും അതിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. സ്വീകരിച്ചോ ദൈവമക്കളെ. കാരണം മന്ത്രവാദി അത് കണ്ടിട്ടില്ല, ആ വിചാരത്തിനത് കേട്ടിട്ടില്ല. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ തോന്നിയിട്ട് പോലുമില്ല. അതാ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ബ്രദറെ. ഞാനത് അനുഭവിക്കുക തന്നെ ചെയ്യും. എത്ര പേര് വിളിച്ചു പറയും ഞാനത് അനുഭവിക്കുക തന്നെ ചെയ്യും? എന്റെ വചനം അയച്ച് ഞാൻ അവരെ സൗഖ്യപ്പെടുത്തും എന്ന് പിതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യേശുവിലൂടെ ആ സൗഖ്യം ഇവിടെ നടന്നു കഴിഞ്ഞു. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോ രോഗികൾ? ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോ? ആമേൻ പറഞ്ഞ് സ്വീകരിച്ചാട്ട്. എന്റെ വചനം അയച്ച് അത് എത്ര പഴകമുള്ള രോഗങ്ങളാണെങ്കിലും ഞാൻ സൗഖ്യം വരുത്തുമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തമാണെങ്കിൽ യേശു ക്രിസ്തുവിലൂടെ അതെനിക്ക് ലഭിച്ചു കഴിഞ്ഞു. രോഗികൾ ആമേൻ പറഞ്ഞാട്ട് രോഗത്തെ അവിടുന്ന് അഴിഞ്ഞു മാറുവാൻ സമ്മതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു സാധാരണക്കാരന്റെ തിരിച്ചറിവാണ്. ഇതൊരു സാധാരണക്കാരന്റെ തിരിച്ചറിവാണ്. ദൈവം എന്നോട് യേശു വഴിയായി പറഞ്ഞ വാഗ്ദാനങ്ങളെ തടയാൻ, യേശുവിൻ്റെ ദിവ്യബലിയിലൂടെ എന്നെ പിതാവായ ദൈവം ആക്കി വെച്ചിരിക്കുന്ന പൊസിഷനിൽ നിന്ന്, സ്ഥാനത്തിൽ നിന്ന് എന്നെ ഇറക്കാൻ ഒന്നിനും കഴിയത്തില്ല. കാരണം ആ സ്ഥാനത്ത് ഞാൻ ഉറപ്പിക്കപ്പെട്ടിരിക്കുക. യേശുവിൽ എന്നെ ഉറപ്പിച്ചിരിക്കുക. യേശു ക്രിസ്തുവിൽ സ്ഥാപിച്ചിരിക്കുക. അവിടുന്ന് ഇളക്കാൻ ഒരു ശക്തിക്കും ഒന്നിനും നിങ്ങളെ അതിൽ നിന്ന് ഇളക്കാൻ പറ്റുകയില്ല. ഓർപ്പിച്ചു. നിങ്ങളുടെ വശത്ത് 1000 പേര് കൂടിയേക്കാം, നിങ്ങളുടെ വലതുവശത്ത് 10,000 പേര് കൂടിയേക്കാം. നിങ്ങളായിരിക്കുന്ന ഇടവകയിൽ, നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം. എല്ലാവരും കൊത്തിപ്പറിക്കുന്ന വ്യക്തികളായിരിക്കാം. നിങ്ങളെ ഒന്ന് പള്ളി കാണാനിരിക്കുകയായിരിക്കും എല്ലാവരും കൂടെ ചോദ്യം ചെയ്യാൻ. നിങ്ങളായിരിക്കും അവിടുത്തെ പ്രധാന സംസാര വിഷയം. പക്ഷേ ദൈവം നിന്നെ മാനിക്കാൻ തീരുമാനിച്ചാൽ കുഞ്ഞെ ഒന്നിനും നിന്നെ തടയാൻ പറ്റുകയില്ല. ദൈവം പറഞ്ഞ വാഗ്ദാനങ്ങൾ മുഴുവൻ യേശു ക്രിസ്തുവിൽ നിന്റെ തലമേൽ കിടക്കുന്നു. അതിൽ നിന്നെ സ്ഥാപിച്ചിരിക്കുന്നു, അതിൽ എന്നെ സ്ഥാപിച്ചിരിക്കുന്നു, അതിൽ എന്നെ ഉറപ്പിച്ചിരിക്കുന്നു, അതിൽ എന്നെ മുദ്ര വച്ചിരിക്കുന്നു. അതിന്റെ ആചാരത്തെ ഉറപ്പിനെ എന്റെ അകത്ത് തന്നിരിക്കുന്നു. ഭയങ്കര ആശയമാത്. എനിക്ക് അല്പം കൂടി ഒന്ന് തുറക്കണമെന്നുണ്ട്. പക്ഷേ ഈ വാക്യം വല്ലാതെ എന്നെ പ്രചോദിപ്പിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടി ആ വാക്യം നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. ദയവായിട്ട് നിങ്ങൾ ആ വാക്യം ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, കൊരിന്തോസുകാർക്ക് വേണ്ടി എഴുതിയ ലേഖനം രണ്ടാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം. അവൻ നമ്മെ മുദ്രയിട്ട് ആത്മാവെന്ന ആചാരം നിങ്ങളുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. ഇവിടെ ആചാരം എന്നതിന് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന രണ്ട് അർത്ഥങ്ങളുണ്ട്. ഒന്ന്, ബോൾഡ്നെസ് എന്നുള്ള പദമാണ്. ധൈര്യം, ഉറപ്പ്, തൻ്റെടം, ആ മനോബോധം. പുറത്ത് മുദ്രയിട്ടിട്ട് അകത്ത് ബോധ്യം തന്നു, നീ മുദ്രയിടപ്പെട്ടവനാടാ, നിന്റെ മേളിൽ ഞാൻ സീൽ വെച്ചിരിക്കുകയാടാ. എപ്പോഴാ സീൽ വെക്കുന്നത്? നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഗവൺമെന്റ് ഒരു ഓർഡർ പുറപ്പെടുവിച്ചാൽ, അറിയാമെങ്കിൽ പറ,
അതിൻ്റെ അടിയിൽ ഗവൺമെൻറ്റിനെ, അതിൻ്റെ അടിയിൽ അല്ലെങ്കിൽ അതിൻ്റെ മേളിൽ ഗവൺമെൻറ്റിൻ്റെ സീൽ വെക്കും. എന്നാ ഇതിൻ്റെ അർത്ഥം? സീൽ വെച്ചാൽ അത് ഓതറൈസ്ഡ് ആണ് അല്ലേ? അതല്ലേ നമ്മൾ തന്നെ നോക്കാറുണ്ട്. അത് സീലുണ്ടോ എന്ന് നോക്കടാ. എന്നെ പറയാൻ കാര്യം, സീൽ വെച്ചാൽ അറിയാം, മുദ്ര വെച്ചാൽ അറിയാം. അതങ്ങനെ തന്നെയാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു മുദ്ര വെച്ചിട്ട് അതിനെ പൊളിച്ചാൽ ഗവൺമെൻറ് കൈകാര്യം ചെയ്യും. ആരാ പൊട്ടിക്കുന്നവനെ കൈകാര്യം ചെയ്യും. അങ്ങനല്ലേ? ആണോ? പിറവത്ത് എന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ ഒരു കട കൊണ്ടുവന്ന് പോലീസ് വന്ന്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രതിനിധികൾ വന്ന് ഒരു കട സീൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? ഇവിടുത്തെ ചാക്കോച്ചൻ അങ്ങോട്ട് പോകുമ്പോൾ ഒരു കമ്പി എടുത്ത് തല്ലി പൊട്ടിക്കാന്നാണോ? പൊട്ടിക്കാം, കുഴപ്പമൊന്നുമില്ല. പൊട്ടിച്ചു വീട്ടിൽ ചെല്ലുന്നതിനിപ്പുറം ചാക്കോച്ചനോട്ട് പൊട്ടിക്കും. ചാക്കോച്ചൻ കമ്പിക്കകത്താവും. എന്നാ കാര്യം എന്ന് ചോദിച്ചാൽ അത് മുദ്രയാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മുദ്ര, അധികാരത്തിൻ്റെ മുദ്ര പൊട്ടിച്ച വിവരം അറിയുമെങ്കിൽ ഇത് മേളത്തെയാ, കേന്ദ്രമല്ല, അതിന് മേളത്തെയാ. അത് നിങ്ങളെ മുദ്ര വെച്ചിരിക്കുക. എങ്ങനെയാ അച്ഛൻ ഇതിനെ മനസ്സിലാക്കുന്നത്? ജോസച്ചൻ എങ്ങനെയാ ഇത് മനസ്സിലാക്കുന്നത്? ബ്രദറെ, ഞാൻ കണ്ടിരിക്കുന്നത് ഈ മെയിൻ റോഡ് സൈഡിലൊക്കെ വലിയ മരങ്ങൾ നിൽപ്പുണ്ട്. ആ മരങ്ങൾ ഇത് പുറമ്പോക്ക് സർക്കാരിൻ്റെ ആ വഴിയുടെ ആണെന്ന് അറിഞ്ഞാൽ ആ സർക്കാരിൽ നിന്ന് കൊണ്ട് ഇതേ കൊണ്ടൊരു ചാപ്പ കുത്ത, ഒരു മുദ്ര അടിക്കുക. അതിൻ്റെ ഒരു കമ്പ് പോലും പിന്നെ വെട്ടാനായിരുന്നു ധൈര്യപ്പെടുവരാ. കാരണം ഇത് സർക്കാരിൻ്റെ വകയാണ്. അയ കെട്ടാനൊക്കെ കമ്പിയൊക്കെ എല്ലാവർക്കും ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഈ കറണ്ട് കമ്പി പൊട്ടി കിടക്കുമ്പോൾ വലിച്ചൂരിക്കൊണ്ടാരും പോവാത്തെ? വിവരം അറിയും. നിങ്ങൾക്ക് വീടിൻ്റെ അങ്ങോട്ട് കയറി പോകാൻ വേണ്ടി ഒരു പോസ്റ്റ് ആവശ്യമുണ്ട്. നിങ്ങൾ എന്തിനാ അത് വാർക്കുന്നത്? ഏതെങ്കിലും പോസ്റ്റ് 2-3 തള്ളിക്കിടക്കുന്നത് കൊണ്ട് ഇട്ടാൽ മതി. ഇട്ടിട്ട് വീട്ടിൽ ചെല്ലുന്നതിനപ്പുറം വീട്ടിൽ ആൾ വരും. കാരണം അത് വേറൊരാളുടെ വകയാണ്. അതല്ല, അവരുടെ മുദ്രയുണ്ട്. മുദ്ര പൊട്ടിച്ച വിവരം അറിയും. മുദ്ര ഉറപ്പാ. ഇവിടുത്തെ മുദ്രയും യേശുവിൽ നിന്ന് കിട്ടിയതിൻ്റെയും വലിയ വ്യത്യാസം ഇതാ. ഇവിടുത്തെ മുദ്രകളെല്ലാം പുറത്താ, അച്ചാരം അകത്തില്ല. പക്ഷെ യേശുവിൽ നിന്നുള്ളതിൻ്റെ പ്രത്യേകത എവിടെ എഴുതിയിരിക്കുക? മുദ്ര പുറത്ത് വെച്ചിട്ട് അകത്തേക്ക് അച്ചാരവും കൂടെ കൊടുത്തു. എത്ര പേർക്ക് അത് മനസ്സിലായി? ഞാനത് വായിക്കാം നിങ്ങൾക്ക്. 22-ാമത്തെ വാക്യം, കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിന് 1-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം. അവൻ നമ്മെ മുദ്രയിട്ട് ആത്മാവ് എന്ന അച്ചാരം. Hallelujah. And the earnest of the Spirit in our hearts. Earnest of the Spirit in our hearts. Hallelujah. See that word? Maybe you can follow well, right? Definitely, I can follow that. Yeah. Earnest of the Spirit. That is what called acharam in Malayalam. Okay. Earnest of the Spirit. Hallelujah. മറ്റൊരു വേർഷനിലെ പ്രയോഗം boldness of the Spirit. ധൈര്യം. എടാ, നീ മുദ്ര ഇട്ടവനാടാ പൊന്നുമോനെ. നിന്നെ തൊടാൻ ഒരുത്തനും പറ്റത്തില്ലടാ. ആരൊക്കെ എന്നാ വേണം പറയട്ടാ, ഇതിന്റെ നടുവിൽ നീ ജയാളിയായിട്ട് നടന്നു കയറും. എന്നാ വേണ ലോകം വിധി എഴുതട്ടെ, നീ തീർന്നു, അവൾ അവസാനിച്ചു, ഇനി അവനെ നോക്കണ്ട. ഞങ്ങളെല്ലാം കൂടെ ഒതുക്കി അടച്ച കല്ലറക്കകത്ത് ഒതുക്കി അകത്തിപ്പം എല്ലാം അളിഞ്ഞു തുടങ്ങി തീർന്നു എന്ന് പറയുന്നിടത്തും പുനരുത്ഥാനത്തിന്റെ ജീവൻ നിങ്ങളുടെ മേൽ അടിച്ചു കയറിയിട്ട്, എത്ര പേരത് വിശ്വസിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. ഇത് പറയുമ്പോൾ കർത്താവ് അങ്ങനെ പറയാൻ പറയുന്നു. മുദ്രയിട്ട് പറഞ്ഞു, മുദ്രയിട്ട്. കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്തു. മുദ്രയിട്ട്. ചേർന്ന് പറഞ്ഞു, മുദ്രയിട്ട്. ഹല്ലേലൂയ. മുദ്ര വെച്ച് ആ മുദ്ര വെച്ചവനാണെന്നുള്ള ബോൾഡ്നെസ് ആത്മാവിനാൽ എൻ്റെ ആത്മാവിൽ നൽകി. ആ ആത്മാവിനാൽ എൻ്റെ ആത്മാവിൽ നൽകി എന്നുള്ളതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? എൻ്റെ സ്പിരിറ്റായ ക്രൈസ്റ്റിനെ അയച്ചു. എൻ്റെ ആത്മാവിലേക്ക് ആത്മാവായ ക്രിസ്തുവിനെ അയച്ചു. ഇന്ന് എൻ്റെ ആത്മാവിലിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞാൻ വഴിയായി എത്ര 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 വാഗ്ദാനങ്ങൾ പിതാവ് പറഞ്ഞിട്ടുണ്ടോ മോനെ, അത് മുഴുവൻ നിന്റേതാടാ, അത് മുഴുവൻ നിന്റേതാടാ. ഞാൻ നിന്നെ ദേശത്തിൽ അനുഗ്രഹിക്കും, അനുഗ്രഹിക്കും. ഈ പഞ്ചായത്തിൽ നിന്നെ പോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരാളുണ്ടാകത്തില്ല. 5 മക്കളുണ്ടെങ്കിൽ 5-ന് ഉന്നത വിദ്യാഭ്യാസം ഉണ്ടാവും. 5ഉം ദൈവത്താൽ അലങ്കരിക്കപ്പെടും. ഇനി 2 ഉള്ളോ 1 ഉള്ളോ അതും അനുഗ്രഹിക്കപ്പെടും. എന്നാ കാര്യം എന്നറിയോ? ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ
ദൈവം പുതിയ നിയമത്തിൽ പറഞ്ഞപ്പം നടുക്ക് നിർത്തിയിരിക്കുന്ന മധ്യസ്ഥൻ യേശുവാണ്. ആ മധ്യസ്ഥനിൽ നിങ്ങൾ ഉറപ്പിക്കപ്പെട്ടവരാണ്. ഓ, ഒന്ന് ചേർന്ന് പറഞ്ഞു, ഉറപ്പിക്കപ്പെട്ടവരാണ്. ഞാൻ ഉറച്ചിരിക്കുകയാ. ഒരു നല്ല പദം ഉണ്ടായിരുന്നല്ലോ മുമ്പേ ഇവിടെ വായിച്ചു. ആ പദം ഇപ്പൊ കിട്ടുന്നില്ല. സ്ഥാപിച്ചു. താങ്ക് യു. യേശുവിൽ നമ്മെ സ്ഥാപിച്ചിരിക്കുന്നു. പറഞ്ഞേ, സ്ഥാപിച്ചിരിക്കുന്നു, ഉറപ്പിച്ചിരിക്കുന്നു. അച്ചാരം തരുന്നതിന് മുമ്പേ ഇതല്ലോ മുദ്രയിട്ടിരിക്കുന്നു. 4 കാര്യം എന്നോട് ചേർന്ന് പറഞ്ഞേ. സ്ഥാപിച്ചിരിക്കുന്നു, ഉറക്കെ പറ, യേശുവിൽ എന്നെ ഉറപ്പിച്ചിരിക്കുന്നു. കരമുയർത്തി എന്ന് പറയാമോ? യേശുവിൽ എന്നെ പറഞ്ഞ വാഗ്ദത്തങ്ങളിൽ പറഞ്ഞ വാഗ്ദാനങ്ങളിൽ ഉറപ്പിച്ചിരിക്കുന്നു, സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു, സ്ഥിരീകരിച്ചിരിക്കുന്നു. പറഞ്ഞ അങ്ങോട്ട് ഉറപ്പിച്ചിരിക്കുന്നു. അതരം കൊണ്ട് പറഞ്ഞങ്ങ് സ്വീകരിച്ചേ. അഭിഷേകം ചെയ്തിരിക്കുന്നു, മുദ്രയിട്ടിരിക്കുന്നു, അച്ചാരം എന്റെ ഉള്ളിൽ തന്നിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ 2 കര ഉയർത്തിയ ഒരൊറ്റ കാര്യമേ പറയുന്നുള്ളൂ. ആമേൻ, ആമേൻ, യേശുവേ, ആമേൻ. ചേർന്ന് പറയാൻ തുടങ്ങി. ആമേൻ. സകല വാഗ്ദാനങ്ങളും എത്ര ഉണ്ടെങ്കിലും സകലതും ഇന്ന് ഇവിടെ ഇരിക്കുന്ന അത്രയും പേരെ കർത്താവ് ഈ ലെവലിലേക്ക് കൊണ്ടുപോകുക കേട്ടോ. നിങ്ങൾ ഈ ലെവലിലേക്ക് കയറാൻ തയ്യാറാണോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല. ബട്ട് ഗോഡ് ഈസ് ടേക്കിംഗ് യു. ഇത് ദൈവത്തിന്റെ സമയമാണ്. ദിസ് ഇസ് ആൻ അപ്പർ ലെവൽ. ഇസ് ഇറ്റ്? Yep, it is. ദിസ് ഇസ് ആൻ അപ്പർ ലെവൽ. ഈ ലെവലിലേക്ക് കർത്താവ് പലരെയും കയറ്റുകയാണ്. ഇന്ന് വിശ്വസിക്കുക. ഈ സമയത്ത് തന്നെ വിശ്വസിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നോട് ദൈവം വല്ലോ, ഓഹ് ജീസസ്, ഒരു ഭയങ്കര അഭിഷേകം ഈ സമയത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെന്നെ പറ്റിയത് അവനെ? ആക്സിഡന്റ് എവിടെ വെച്ച ആക്സിഡന്റ് ആയി? മണിയുടെ വെച്ച്. എന്നാ പറ്റി? എന്നിട്ട് കാല് എനിക്ക് ശരിക്കും നടക്കാൻ പറ്റില്ല. നടക്കാൻ വയ്യാതായിട്ട് എത്ര നാളായി? 4-5 മാസമായി. എവിടെയാ നിനക്ക് ക്ഷതം ഉണ്ടായേ? എൻ്റെ യേശുവേ, എവിടെയാ ചികിത്സ മോനെ? മെഡിക്കൽ ട്രസ്റ്റ് എറണാകുളത്ത്. യേശു എന്ന് നിന്നെ ഓടിക്കും. നീ നടക്കുകയല്ല, എന്ന് നീ ഓടും. ജോഷി ബ്രദറെ, കാലൊന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കാം. ബ്രദറെ, കാലൊന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചു. യേശുവിന്റെ ജീവൻ അതിലേക്ക് വ്യാപരിക്കും. ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ എത്രയുണ്ടെങ്കിലും, എല്ലാ മക്കളും പറഞ്ഞേ, ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ എത്രയുണ്ടെങ്കിലും അവ യേശു ക്രിസ്തുവിൽ ഉവ്വ് എന്നത്രേ. ദൈവത്തിന്റെ വാഗ്ദാനത്തിനകത്തുള്ളതാ ഈ മകന്റെ സൗഖ്യം. പറഞ്ഞേ, എന്റെ വിടുതല് യേശുവിന്റെ വാഗ്ദാനത്തിന്റെ ഉള്ളതാണ്. ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എഴുന്നേൽക്കുക, ഞാൻ നടക്കുക, ഞാൻ ഓടുക. യേശുവേ, സംഭവിച്ചതിനായിട്ട് നന്ദി. വിട്ടേരെ, കാല് വിട്ടേരെ. അതോടെ ഒരു മാറ്റിക്ക. മോനെ, യേശു നിന്നെ തൊട്ടത് എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ ചുമ്മാ എന്തും പറയാറില്ല. മോൻ എത്ര വയസ്സുണ്ട്? 27 വയസ്സ്. നല്ലൊരു യൗവനക്കാരൻ. യേശുവിന് വേണ്ടി ഓടേണ്ടവനാ അല്ലേ? മോൻ്റെ വീടവനാ? പ്രവത്തുകാരനാ. എൻ്റെ കർത്താവേ, ഈ മകനോട് അങ്ങയുടെ സ്നേഹത്തിൻ്റെ കരം നീട്ടിയതിനായിട്ട് നന്ദി. കൈ ഇങ്ങോട്ട് തന്നേ. ഒറ്റ പൊങ്ങല. പൊങ്ങട്ടെ. വാടാ. അങ്ങോട്ടാണ്. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ. ഓടിവാ. ഒരു പ്രശ്നമില്ലേ? ഇല്ല. അവകാശി ഞാൻ
യജമാനൻ ഞാൻ, സ്വന്തം പുത്രനായി എന്നെ മാറ്റിയേ അവകാശി ഞാൻ. യജമാനൻ ഞാൻ, സ്വന്തം പുത്രനായി എന്നെ മാറ്റിയേ. പേരു ചൊല്ലി എന്നെ വിളിച്ചു, തന്റെ നീതി